സൂപ്പർ ആയിട്ടുണ്ട്. നീ എങ്ങനെ ജീൻസിന്റെ അകത്ത് കേറിയടാ? സിമ്പിൾ. കളി ரொம்ப அருமையா இருக்கு. ജീൻസ് പോട്ട് ഈ ഷൂസ് നീ എങ്ങനെയാ കറക്റ്റാക്കിയത്? കുറച്ച് പേപ്പർ എടുത്ത് അവിടെ എവിടെയൊക്കെ തിരികെ കയറ്റി വെച്ച് കറക്റ്റ് ഫിറ്റ്. കാര്യങ്ങളൊക്കെ ഒപ്പിക്കാനേ എന്റെ കൊച്ചുമോനെ കഴിഞ്ഞല്ലേ ഉള്ള ആൾക്കാര്. അതാണ് മോനെ കേശു, നീ ജീൻസും ഷൂസും ടീഷർട്ടും അതും എടുത്തോ? അത് ഞാൻ ഇന്നലെ എടുത്തു. പിന്നെ ബെൽറ്റ്. ഇത്ര എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. ശരി, പേടിക്കണ്ട. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. അളിയാ, ഷൂസ് എന്റെ, ജീൻസ് എന്റെ, ടീഷർട്ട് എന്റെ, അണ്ടർവെയറോ അത് നിന്റെ ആണോ? എന്റെ എടുക്കടാ. വലുതാണോ? അളിയാ, പുറത്ത് മൊത്തം അളിയൻ, അകത്ത് മൊത്തം ഞാൻ. നമ്മൾ രണ്ടല്ല, നമ്മൾ ഒന്നല്ലേ അളിയാ. എന്നപ്പോ ഞാൻ പോയിട്ട് വരാ. അളിയാ, വണ്ടിക്ക് പെട്രോള് ഹാഫ് ടാങ്ക് ഉണ്ട്. ഫുള്ളില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യണേ. അളിയാ പിന്നെ വേണ്ട അളിയാ, നിങ്ങൾക്ക് അടുത്തോണ്ട് നോക്കാം. മിച്ചം എന്തെങ്കിലും ഉണ്ടാവോ എനിക്കിടാൻ വേണ്ടിട്ട്? ഡ്രസ്സോ എന്തെങ്കിലും തപ്പണ്ട വരും. പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തത് അത് ഇന്ന് വരും അവര് പറഞ്ഞത്. എന്ന് വരും അല്ലേ? അത് വന്നു കഴിഞ്ഞാൽ അതൊന്ന് സേഫ് ആയിട്ട് വെച്ചേക്കണേ. എനിക്കിടാനും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നാണക്കേട്. എന്റെ പൊന്നു മുള്ളിനെ ഞാൻ കല്യാണത്തിന് പോയിട്ട് സദ്യയും കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് സുഖമായിട്ട് വീട്ടിൽ വന്ന് കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞ് വന്ന് കയറി കിടന്നപ്പോ മുതൽ ആ ശിവാനെ ഉണ്ടല്ലോ, അല്ല വരാതി, അവൾ ഇടയ്ക്കിടയ്ക്ക് വരും, വിളിക്കും, എടാ ഉറങ്ങുവാണോ എന്ന് ചോദിക്കും, പോവും. പിന്നെയും തിരിച്ചു വരും, വിളിക്കും, പോവും. കുറച്ച് കഴിയുമ്പോൾ ലച്ചേച്ച് വന്ന് വിളിക്കും. അതാണ് എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ ഏറ്റി. നീ തിരക്കിലാണെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി. ഈ ഡ്രൈ ക്ലീനിങ് വന്ന ഡ്രസ് അളിയന്റെ ആണോ? സിദ്ധു. അളിയന്റെ തന്നെ. ക്യാഷ് തന്നോ? അതൊക്കെ ഓൾറെഡി പെയ്ഡാണ്. ശരിയാ, ശരി. என்னடா செய்யற? നമ്മളെ ഈ നടുവിന് ചെറിയൊരു പിടുത്തം. അപ്പൊ ഈ കുണ്ടയില് കേറി ഇരുന്നിട്ടേ ഒന്ന് സ്ട്രെച്ച് ചെയ്യണതാ. വരാൻ്റെ എവിടെ പോണ? நான் பெருக்க போறேன். ചെന്ന് പെരുക്ക്. അളിയ എവിടെ? அழியா வந்து தேங்காய் பொதிச்சிட்டு இருக்கான். പൊതികിട്ട് ചെല്ലിയാനേ ആന്റി. உனக்கு இடுப்பு ரொம்ப வலிக்குதா? ഇല്ല, കുഴപ്പമില്ല, പെട്ടെന്ന് മാറും. தைலம் ஏதாவது வேணுமா? വേണ്ട, പെരുക്കാൻ പോവല്ലേ, പോയി പെരുക്ക്. பாத்துடா. ചാക്കും കൊള്ളാം. ഒന്ന് മതി. പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. അല്ല, തിരിച്ചു പോവാ. എന്താടാ? എന്താ എന്താ ഒരു കള്ള ലക്ഷണം? ഇല്ല, കള്ള ലക്ഷണമൊന്നുമില്ല. ഇല്ല, ഞാനിങ്ങനെ ഈ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴോ പെട്ടെന്ന് ഇരിക്കേ ഒരു ഉളുക്കി പിടിച്ചോല്ലോ, ഗ്യാസ് കയറിയോല്ലോ തോന്നി. എവിടെ? ഏണത്ത് മാറി. എവിടെ പോണ്? ഞാൻ ഒന്ന് നടക്കാൻ ഇറങ്ങിയത്.
എപ്പടി അങ്ങനെ ഞായറാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ റൂമിൽ നമ്മൾ എല്ലാവരും കൂടെ കൂടും. പിന്നെ പാട്ടായി കൂത്തായി പിന്നെ എന്റെ ചില സ്പെഷ്യൽസ് ഉണ്ടല്ലോ, ഏത് അമ്മൂമ്മയുടെ ചില പൊടിക്കൈകളും അതൊക്കെ വെച്ച് ഞാൻ എന്തെങ്കിലും ഡിഷൊക്കെ ഉണ്ടാക്കും. അതൊക്കെ വെച്ചു കൊടുത്തു. അയ്യോ അവരുടെ റിയാക്ഷൻ കാണണം. അവരൊക്കെ ഞായറാഴ്ച അവരായിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് എന്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഇടയിൽ പഠിത്തം എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുണ്ടോ? ചേച്ചിയെ പോലെ അല്ല ഞാൻ. ഞങ്ങളൊക്കെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. എക്സാംസ് ഒക്കെ ആയല്ലോ. മോളെ, പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഭാവിയിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വരും. പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ മാഡത്തിന്റെ പ്ലാൻ? പ്ലാൻസ് ഒക്കെ ഒത്തിരി ഉണ്ട്. എന്തായാലും തൽക്കാലം ചെന്നൈ വിടാൻ ഉദ്ദേശമില്ല. അവിടെ തന്നെ ഏതെങ്കിലും നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ കയറണം, നല്ലൊരു പോസ്റ്റിങ്ങിൽ കുറച്ച് നാൾ പണിയെടുക്കണം. അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റേതായിട്ടുള്ള കുറച്ച് വെഞ്ചേഴ്സ് ഒക്കെ തലയിലുണ്ടേ. ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കണം. ഈ ഡ്രൈ ക്ലീൻ ചെയ്ത് പറഞ്ഞ പാക്കറ്റിനകത്തേ എന്റെ ഒരു 2 ഷർട്ട് കാണാനില്ല. ഇതെപ്പോ ഇത് വന്നു നീ അറിഞ്ഞില്ല? ഇല്ല. അല്ല, ഇതിനകത്ത് ഒരു 2 എണ്ണം കാണുന്നില്ല. അതിലിപ്പോ അവര് മറന്നു വെച്ചതായിരിക്കും. മറന്നു വെച്ച് കാണുമെന്നോ? അതെങ്ങനെയാ ശരിയാവാ? നമുക്ക് വിളിച്ചു നോക്കാലോ. എന്താ മോനെ? അമ്മൂമ്മ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് വന്ന ഡ്രസ്സിനകത്ത് 2 ഇല്ല. അതെന്തോ അങ്ങനെ? അത് കൊള്ളാമല്ലോ, നോക്കട്ടെ. ഇതങ്ങനെ വിട്ടോളാൻ പറ്റത്തില്ല. ഞാൻ അവന്മാരെ വിളിക്കട്ടെ. വിളിച്ചു നോക്ക്. എന്തിനല്ലേ ഡ്രസ് കാണാല്ലേ? ഇല്ല, 2 എണ്ണം കാണുന്നില്ല. എന്തേ? 2 എണ്ണോ? അത് അളവിന് ബുദ്ധിമോശമൊന്നും പറ്റിയല്ലോ അല്ലേ? ഇല്ലടാ, 2 എണ്ണം കാണുന്നില്ലെന്ന്. ഉറപ്പാണോ? ഞാനല്ലേ കൊടുത്ത്, എനിക്കറിയത്തില്ല. പിന്നെ എന്നാ 2 എണ്ണം എന്റെ ഉണ്ട്. 2 എണ്ണേ മിസ്സായത് എന്റെ കയ്യിലുണ്ടെന്ന്. ഇത് കൊണ്ടുവന്ന് തന്നത് എന്റെ കയ്യിലാ. ഞാൻ അമ്മനെ കൊണ്ടുവന്നപ്പോ എനിക്ക് പെട്ടെന്ന് 2 എണ്ണം ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാൻ 2 ഷർട്ട് എടുത്ത് ഇവിടെ അങ്ങ് വെച്ച്. എന്നിട്ട് ബാക്കിയും കൊണ്ടുവന്നെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? മക്കളെടുത്തതാ? ചെറുതായിട്ട്. അച്ചോടാ പാവം. ഒരു ടീഷർട്ട് തന്നത് ഇത്ര അബദ്ധമാണെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. എന്തിനാ അങ്ങനെ ഒരു ജോക്ക്? അളവിന് കാര്യം അറിയോ? ഞാൻ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോളേ എല്ലായിടത്തും നെഞ്ചത്ത് കൈ വെച്ചാൽ ഞാൻ പറയണേ, എന്റെ അളിയൻ തന്ന ടീഷർട്ടാ, എന്റെ അളിയൻ തന്ന പാൻറ്റാ, എന്റെ അളിയൻ തന്നതാന്ന് പറഞ്ഞിട്ട്. ആ അളിയൻ എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മൾ തമ്മിൽ അത്രയും ചങ്കും കരളും അല്ലേ അളിയാ? കൊല്ലടാ എന്നെ, കൊല്ല്. ഏയ്, അങ്ങനെ ചെയ്യാൻ പറ്റൂ? വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നില്ല, അവൻ വണ്ടി കൊണ്ട് പോയേക്കുന്നു. എവിടെ പോയി കിടക്ക? എന്താ? എവിടായിരുന്നു? ഞാൻ അടുക്കളയില്. എന്തോന്ന് ഇത്ര അടുക്കളയിൽ മലമറിക്കുന്ന പണി? നീ വിളിച്ച കാര്യം പറ. ലച്ചു, മുറിയിലുണ്ടായിരുന്ന എന്റെ തൊപ്പി കാണുന്നില്ല. എടി, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ തൊപ്പി മുറി വെച്ചിരുന്നത് കാണുന്നില്ല. ഇച്ചിരി കൂടിയ തൊപ്പിയാ, അത് കോസ്റ്റ്ലി. അതുകൊണ്ട് ആരാ പോയത്? അതുകൊണ്ട് നിന്റെ അനിയൻ പോയി കാണും. ഞാൻ ആ തൊപ്പി പൊന്നുപോലെ നോക്കുന്ന എത്ര വർഷങ്ങളായിട്ടേ കൊണ്ടു നടക്കുന്ന അറിയോ? വിളിച്ചിട്ടാണ് ഫോൺ എടുക്കണില്ല ഇപ്പൊ. അളിയ പേടിക്കണ്ട, അവൻ വണ്ടി ഓടിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. വരും, കൊണ്ടുവരും. സിധു, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിന്റെ പേരിൽ നീ ഞങ്ങളുടെ അടുത്ത് ചാടി കടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കേശു നിന്റെ സാധനങ്ങൾ എടുക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അത് അവന്റെ മുഖത്ത് നോക്കി പറ. അളിയാ, ഇനി മേല എന്റെ സാധനങ്ങൾ എടുക്കരുത്, എനിക്കത് ഇഷ്ടമല്ല എന്നങ്ങ് പറ. എടുക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഒന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് എടുത്തൂടെ? ഇത് ചുമ്മാ ചോദിക്കാതെ ഇങ്ങനെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എന്താ മോനെ പ്രശ്നം? കേശുവിന്റെ ഓരോ കാര്യം അമ്മൂമ്മ. അളിയന്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതൊന്നും എടുത്ത് വെച്ചോണ്ട് പോയത്ര. ഈ ചെറുക്കന്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും ഇതിന് മനസ്സിലാവത്തില്ലയോ? அம்மா அப்படி சொல்லாதீங்க அம்மா. இந்த பாருங்களேன், கேசுக்கு சித்துனா ரொம்ப உசுரு, அதே மாதிரி சித்துக்கு கேசுனாலும் ரொம்ப உசுரு. அதனால சித்துவோட பொருள் கேசு எடுத்துனா அவனுக்கு வருத்தமே ஆகாது, இல்லையா சித்து? എന്റെ അനി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉസിരൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചോദിക്കാതെയും പറയാതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയാൽ ആർക്കാരും ദേഷ്യം വരൂലേ? അല്ലല്ലേ, അങ്ങനെയല്ല സംഗതി. അലയും കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ പുറത്തു പോകുമ്പോഴേ പിള്ളേരൊക്കെ ചോദിക്കും, ഇത്ര ഡ്രസ്സ് കൊള്ളാലോ, സൂപ്പർ ആണല്ലോ, അളയും തന്നാണെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അവനും ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇതിപ്പോ വരും. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് വണ്ടി ഓടിക്കുന്നോണ്ടായിരിക്കും അല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വന്നില്ല. വണ്ടി ഓടിക്കുന്നുണ്ടാ ഫോൺ എടുക്കാഞ്ഞത്. ഇപ്പൊ കൊണ്ടുവരും തൊപ്പി. അളിയാ, എന്താണ് അല്ലടാ ഇവിടെ നിർത്തിക്കണേ? അളിയാ, എന്റെ തൊപ്പി എവിടാ? ഏ തൊപ്പി? തൊപ്പി ഞാൻ വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്ന തൊപ്പിയാ. അത് ഇച്ചിരി കോസ്റ്റ്ലി തൊപ്പിയാ, അതെനിക്ക് തിരിച്ച് താളിയാ.
എടുത്തില്ല? തൊപ്പി അളിയന്റെ തൊപ്പിയായിരുന്നാ? ഞാനത് എന്റെ തൊപ്പിയാന്ന് വിചാരിച്ചിട്ടേ ഞാൻ എടുത്ത് വെച്ചോണ്ട് പോയിട്ട് ജോഷിയൊക്കെ കണ്ടായിരുന്നേ. എന്നിട്ട് അവന്റെ വീട്ടിലും കേറിയായിരുന്നു. അപ്പൊ അവന്റെ വീട്ടില് കാണണം, ഇല്ലെങ്കിൽ ഇനിയിപ്പോ ചായക്കടയില്. അല്ല, ചായക്കടയിലായിരുന്നു, ചായ കുടിച്ചായിരുന്നു. അപ്പം വല്ലതും. എടാ നീ കൊണ്ട് കളഞ്ഞാ തൊപ്പി? അല്ല, അങ്ങനല്ലളിയാ, ഞാൻ ഈ സ്ഥിരം വെക്കാത്തോണ്ടേ നമ്മളിങ്ങനെ പോകുമ്പോ അവിടെ ഇവിടെയൊക്കെ നമ്മള് ചിലപ്പോ ഊരി വെച്ചിട്ട് നമ്മൾ എടുക്കാൻ മറക്കുമല്ലോ. അല്ല, തൊപ്പിയോടുണ്ട്, മാത്രല്ല പഴയ തൊപ്പിയല്ലേ, അത് പോയാലും. പഴയ തൊപ്പിയാണെങ്കിൽ എനിക്ക് ഇമോഷണൽ കണക്ഷൻ തൊപ്പിയാ, എനിക്ക് വേണ്ടപ്പെട്ട തൊപ്പി. എന്തിനാണ് അത് കൊണ്ട് കളഞ്ഞേ? നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ ഇരിക്കാം തൊപ്പി ഇരിക്കുന്ന. തൊപ്പി എടുക്കാം, ഞാൻ കളഞ്ഞില്ല. സിധു, അവൻ കൊണ്ടുവന്ന് തരും. എന്റെ പൊന്നു ലച്ചു, ഇപ്പൊ വന്ന് എനിക്ക് ഇടാൻ പോലും ഡ്രസ്സില്ല ഇപ്പൊ ഇവിടെ. അല്ല, ഇവനിട്ട ഡ്രസ് കൊണ്ടുപോയ ഡ്രസ്സൊക്കെ തിരിച്ചു തന്നല്ലോ. ഇവന് തിരിച്ചു തരുന്നുണ്ടെങ്കിലും പക്ഷെ ഒരാൾ ഇട്ട ഡ്രസ്സ് ഞാൻ അങ്ങനെ ഇടാറില്ല. ആഹാ, ഇതിപ്പോ ലാഭമായല്ല. ഇപ്പൊ ഞാനിട്ട ഡ്രസ്സ് മൊത്തം എനിക്ക് തന്നെ. ഒന്ന് മറക്കി. ഞാൻ തൊപ്പി കൊണ്ട് കളഞ്ഞതാണ് ഇത്രയും വിഷയമായിരുന്നു. ഞാൻ കൊണ്ട് കളഞ്ഞൊന്നുമില്ല, എവിടോ മറന്നു വെച്ചു. ഒരു സാധനം ഇവിടുന്ന് കൊണ്ടുവയ്ക്കുന്ന തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പാടില്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു. അയ്യോ എക്സ്ക്യൂസ് പറയാൻ നിൽക്കല്ലേ. എവിടെയാ വെച്ചാ തൊപ്പി ഇപ്പൊ കണ്ടുപിടിച്ചോടെ കൊണ്ടുവന്നോണം കേട്ടല്ലോ, അല്ലെങ്കിൽ വിഷയം മാറും. എടാ എവിടാ വെച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവന്റെ വീട്ടിലുണ്ട്. വിളി അവനെ വിളി. ആരും വെച്ച വിളി. യോ എന്ത്? അതെ, എന്റെ പുറകെ നമ്മുടെ ജോഷുവ വണ്ടി കയറിയായിരുന്നേ. അപ്പൊ എന്റെ കയ്യിൽ തൊപ്പി ഇരിക്കണ കണ്ടപ്പോ അവന് ഭയങ്കര ആഗ്രഹം തോന്നി, എടാ വെക്കാൻ തരുമെന്നൊക്കെ ചോദിച്ചു. അവൻ തൊപ്പി എടുത്ത് വെച്ച് ബൈക്കിന്റെ പുറകെ കുറച്ചേരം ഇരുന്നായിരുന്നു. ജോഷുവൊക്കെ അങ്ങനെ കൊടുത്തപ്പോ വണ്ടി ഇരുന്ന സമയത്ത് വല്ലോ അവന്റെ തലേന്ന് പറന്നുപോയി കാണോ? അയ്യോ, കളഞ്ഞു ദൈവമേ. ഇതെന്താ? ഇതിനകത്തൊക്കെ എന്റെ ഡ്രസ്സ്. നീ അവിടെ പോവാ? എന്റെ വീട്ടിലേക്ക് പോവാ. എന്താ അളിയനിപ്പൊ എന്തിനാണ് പ്രശ്നം? വേറൊരാളുടെ ഡ്രസ്സ് അളിയ ഇടൂല, അത്രല്ലുള്ളൂ. അളിയ ഡ്രസ് ആ പാണ്ടൊക്കെ താളിയാ താളിയാ, ചുമ്മാ പെണങ്ങല്ലേ എന്തോന്നു. ലൈറ്റ് ഉണ്ടല്ലോ. ആ ഓക്കെ. ഇപ്പൊ അളിയൻ എന്തിനാണ് പ്രശ്നം? വേറൊരാളുടെ ഡ്രസ്സ് അളിയ ഇടൂല അല്ലേ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പാ. അങ്ങനാണെങ്കിൽ ഇനി വലിയ ഡ്രസ്സൊക്കെ ഞാൻ ഇടും, അളിയ ഇടണ്ട. അല്ല പിന്നെ എന്റെ പറയാ ഓരോ ഞാൻ തരൂല.